അരുൺ, ഇപ്പോഴും താജ് ഹോട്ടലിലെ കൂടിക്കാഴ്ചകൾ തുടരുകയാണോ? അവിടേക്ക് ഇന്നിപ്പോൾ എത്ര നേതാക്കൾ എത്തി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? കൂടിക്കാഴ്ച തുടരുകയാണ്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇവിടെയുണ്ട്, കൊടിക്കുന്നിൽ സുരേഷ് ഉണ്ട്. നേരത്തെ പി ജെ കുര്യൻ ഈ ചർച്ചകൾ പൂർത്തിയാക്കി മടങ്ങിക്കഴിഞ്ഞു. വി എം സുധീരൻ ഇവിടെയുണ്ട്, മുഹമ്മദ് ഷിയാസ്. മുതിർന്ന നേതാക്കൾ മാത്രമല്ല, വി ഡി സതീശനൊപ്പം നിൽക്കുന്ന മുഹമ്മദ് ഷിയാസിനെ പോലുള്ള നേതാക്കളുമുണ്ട്. അവർ സ്വാഭാവികമായും സതീശനൊപ്പം എത്തിയതായിരിക്കും. അല്പസമയത്തിനകം മാത്യു കുഴൽനാടൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. മാത്യു കുഴൽനാടൻ വളരെ ശക്തമായി പരസ്യമായി തന്നെ കെ സി വേണുഗോപാലിന് വേണ്ടി നിലപാടെടുത്ത രംഗത്ത് വന്നയാളാണ്. കൃത്യമായ പലതരത്തിലുള്ള ഓപ്പറേഷൻസ് ഗ്രൂപ്പ് മാനേജർമാർ ഇപ്പോൾ ഇതിനകം നടത്തുന്നുണ്ട്. 3 നേതാക്കൾക്ക് വേണ്ടി മാത്രം ശ്രമങ്ങളുണ്ട്. ഹൈക്കമാൻഡിന് വലിയ അതിർത്തിയുണ്ട്. ഓരോ 3 നേതാവും തങ്ങളുടെ ശക്തി തെളിയിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിൽ ഹൈക്കമാൻഡിന് വലിയ അതിർത്തിയുണ്ട്. അതൊന്നും വകവയ്ക്കാതെയാണ് ഈ നേതാക്കളും അവർക്ക് വേണ്ടി അവർക്കൊപ്പം നിൽക്കുന്നവരും വലിയ ചരടുവലികൾ നടത്തുന്നത്. ഇപ്പോഴും ഈ ഹോട്ടലിനുള്ളിൽ നേതാക്കൾ നിരീക്ഷകരുമായി ചർച്ച നടത്തുകയാണ്. ഓരോ ആളുമായാണ് പ്രത്യേകം ചർച്ച ഇവിടെ പുരോഗമിക്കുന്നത്. പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ ഇത്തരത്തിൽ കാണാനാണ് തീരുമാനം. കെ സുധാകരൻ എം പി ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിന്റെ നിലപാടുമൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹം അതിശക്തമായി വി ഡി സതീശൻ നിലപാടെടുത്ത് നിൽക്കുന്ന ഒരാൾ കൂടിയാണ്. ആർക്കു വേണ്ടിയാണ്? ആദ്യം രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ട സുധാകരൻ പിന്നീട് കെ സി വേണുഗോപാലിന് വേണ്ടി രംഗത്തെത്തിയത് നമ്മൾ കണ്ടതാണ്. ഈ നേതാക്കളുടെ ഒക്കെ അഭിപ്രായം കെ സി വേണുഗോപാലിന് വലിയ പിന്തുണ പൊതുവിലുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ വലിയ വിജയത്തിൽ നയിച്ച വി ഡി സതീശൻ സ്വാഭാവികമായും മുഖ്യമന്ത്രി സ്ഥാനത്തിന് അർഹനാണ് എന്ന വലിയ വികാരം പാർട്ടിയിലുണ്ട്. നമുക്കറിയാം, സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും അത് വലിയ പ്രകടനങ്ങളായും ഫ്ലക്സ് ബോർഡ് യുദ്ധങ്ങളായും ഇതിനകം മാറിക്കഴിഞ്ഞു. നേരത്തെ ഈ കോൺഗ്രസ് നേതാക്കളും ഗ്രൂപ്പ് നേതാക്കളും ഒക്കെ നൽകുന്ന ഒരു സൂചനകൾ നേരത്തെ വി എസ് അച്യുതാനന്ദന് 2006 സീറ്റ് നിഷേധിക്കപ്പെട്ടപ്പോൾ ഉണ്ടായ ഒരു ജനകീയ പ്രതിഷേധമുണ്ട്. അതിന് സമാനമായി വി ഡി സതീശനെ ഒഴിവാക്കിയാൽ അത്തരമൊരു പ്രതിഷേധമുണ്ടാകുമെന്ന സൂചന, മുന്നറിയിപ്പ് വി ഡി സതീശൻ ക്യാമ്പ് ഇതിനകം പുറത്തുവിടുന്നുണ്ട്. അത് കോൺഗ്രസ് നേതൃത്വത്തിന് അറിവുള്ളതാണ്. അത്തരത്തിൽ ഈ വിജയത്തിന്റെ തിളക്കത്തെ പോലും കുറയ്ക്കുന്ന തരത്തിലുള്ള ഒരു വടംവലിയിലേക്ക്, കിടമത്സരത്തിലേക്ക് ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാന ചർച്ചകൾ പോകുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും ഇന്നത്തെ കൂടിക്കാഴ്ച വളരെ പ്രധാനപ്പെട്ടതാണ്. മുതിർന്ന നേതാക്കൾ, മുൻ KPCC അധ്യക്ഷന്മാർ, ACC നേതാക്കൾ ഒക്കെ ഇത്തരത്തിൽ ഈ നിരീക്ഷകരുമായി ചർച്ച നടത്തുന്നുണ്ട്. അവരുടെ നിലപാട് അറിയിക്കുന്നുണ്ട്. അതിനുശേഷമാണ് MLA മാരോട് നിരീക്ഷകർ അവരുടെ നിലപാട്, വ്യക്തിപരമായി ഓരോരുത്തരുടെയും അഭിപ്രായം കേൾക്കുക. ആ അഭിപ്രായം കേട്ട ശേഷം വീണ്ടും ഘടകകക്ഷികളുമായി ഒരുപക്ഷെ ചർച്ചയുണ്ടാകും. അതിനുശേഷം അവർ ഡൽഹിക്ക് പോയാണ് സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഖാർഗെയ്ക്കും ഒക്കെ, അതായത് ഹൈക്കമാൻഡിന് ഈ റിപ്പോർട്ട് അവർ ഇവിടെ വന്ന നേതാക്കളിൽ നിന്നും, മുതിർന്ന നേതാക്കളിൽ നിന്നും അതുപോലെ തന്നെ ഈ MLA മാരിൽ നിന്നുമൊക്കെ സമാഹരിച്ച വിവരങ്ങൾ, റിപ്പോർട്ട് കൈമാറുക. അതിലാകും അന്തിമ തീരുമാനമുണ്ടാകുക. ഏതായാലും അവസരങ്ങളില്ലാതെ ഇത് തീർക്കാനുള്ള വലിയ ശ്രമങ്ങൾ നടക്കുമ്പോൾ അത്തരം സാഹചര്യമല്ല ഇപ്പോൾ പൊതുവിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉരുത്തിരിയുന്നത്. 3 നേതാക്കളും ഇഞ്ചോടിഞ്ച് പിന്മാറാതെ നിൽപ്പുണ്ട്. വി ഡി സതീശനാകട്ടെ, താനാണ് 5 വർഷം പ്രതിപക്ഷത്തെ നയിച്ചത്. തകർന്നു കിടന്ന പ്രതിപക്ഷത്തെ ശക്തിയായി ഉയർത്തിക്കൊണ്ടുവരുമെന്ന് സോണിയാഗാന്ധിക്ക് ഒരു റിസൾട്ട് ഉണ്ടാക്കുമെന്ന് സോണിയാഗാന്ധിക്ക് താൻ ഈ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുമ്പോൾ ഉറപ്പ് നൽകിയിരുന്നു. സോണിയാഗാന്ധി തന്നെ പറഞ്ഞു, പലരോടും ഞാൻ പറഞ്ഞു, വി ഡി സതീശൻ ഇതിൽ റിസൾട്ട് ഉണ്ടാക്കുമെന്ന്. ആ വാക്ക് പാലിക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നതിലൂടെ തന്റെ അവകാശവാദമാണ് ഈ വലിയ വിജയമുണ്ടായ ദിവസം, വോട്ടെണ്ണൽ ദിവസം വി ഡി സതീശൻ മുന്നോട്ട് വച്ചത്. രമേശ് ചെന്നിത്തലയാകട്ടെ സീനിയോറിറ്റിയിൽ പിടിച്ചാണ് മുന്നോട്ട് പോകുന്നത്. 2011 തനിക്ക് വേണമെങ്കിൽ അവകാശവാദം, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിക്കാമായിരുന്നു. പക്ഷേ ഉമ്മൻചാണ്ടിയായിരുന്നു സീനിയർ, അതുകൊണ്ട് താൻ വഴിമാറിക്കൊടുക്കുകയായിരുന്നു. 2021 നിയമസഭാ കക്ഷി തനിക്കായിരുന്നു പിന്തുണ. പക്ഷേ അത് മറികടന്നുകൊണ്ട് വി ഡി സതീശനെ പ്രതിപക്ഷ നേതാവാക്കി. അപ്പോഴും താൻ അപശബ്ദങ്ങളൊന്നുമില്ലാതെ പാർട്ടിക്കൊപ്പം മുന്നോട്ട് പോയ നേതാവാണ്. തന്റെ സംഘടനാ ചരിത്രം, 26 വയസ്സിൽ മന്ത്രിയായത് മുതലുള്ള രാഷ്ട്രീയ പാരമ്പര്യം എടുത്തു പറഞ്ഞുകൊണ്ടാണ് രമേശ് ചെന്നിത്തലയുടെ അനുയായികൾ അദ്ദേഹത്തിന് വേണ്ടി വലിയ ക്യാമ്പയിൻ നടത്തുന്നത്. രമേശ് ചെന്നിത്തലയും തന്റെ സീനിയോറിറ്റി മാധ്യമങ്ങളോട് അടക്കം പറഞ്ഞുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇന്നലെ അദ്ദേഹം ഡൽഹിയിൽ സോണിയാഗാന്ധി അടക്കമുള്ള നേതാക്കളെ കണ്ടിരുന്നു. മഹാരാഷ്ട്രയിലെ പുനഃസംഘടനാ ചർച്ചകളുമായി ബന്ധപ്പെട്ടാണ് ഡൽഹിക്ക് പോയതെങ്കിലും സോണിയാഗാന്ധിയെ കണ്ടപ്പോൾ സ്വാഭാവികമായി വിഷയം രമേശ് ചെന്നിത്തല സൂചിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. തിരികെ മുകുൾ വാസ്നിക്കിനും അതുപോലെ തന്നെ അജയ് മാക്കിനും ഒപ്പമാണ് അദ്ദേഹം ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്നത്. ഈ നേതാക്കളൊക്കെ സംഘടനാപരമായി രമേശ് ചെന്നിത്തലയ്ക്ക് താഴെ പ്രവർത്തിച്ച, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അനുയായികളെ പ്രവർത്തിച്ചവരാണ്. ആ വ്യക്തിബന്ധം രമേശ് ചെന്നിത്തലയ്ക്കുണ്ട്. അത്തരം വ്യക്തിബന്ധങ്ങൾ കൂടി തുണയാകുമെന്ന് കരുതുന്നു. പക്ഷേ കെ സി വേണുഗോപാലാണ് കോൺഗ്രസിനെ രാജ്യത്ത് നയിക്കുന്നതിൽ പ്രധാനി. 2-3 സ്ഥാനം
ദേശീയ തലത്തിൽ കോൺഗ്രസ് നേതൃശ്രേണിയിൽ KC വേണുഗോപാലിനുള്ളതാണ്. അദ്ദേഹത്തിന്റെ താല്പര്യം, അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ, അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങളൊക്കെ നടപ്പാക്കാൻ വലിയൊരു സംഘം പ്രവർത്തിക്കുന്നു. ദീപാദാസ് മുൻഷിക്കെതിരെ പോലും കേരളത്തിൽ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിക്കെതിരെ പോലും എതിർ ക്യാമ്പുകൾ, VD സതീശൻ അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല ക്യാമ്പുകൾ വലിയ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. അവർ ഇവിടെ വേണുഗോപാലിനെ അരങ്ങൊരുക്കാൻ, കളമൊരുക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്ന വിമർശനം അവർക്കെതിരെയും ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കൂടിക്കാഴ്ചകളിൽ ഹൈക്കമാൻഡ് പ്രതിനിധികളുടെ സാന്നിധ്യം ഉണ്ടാകും. നിരീക്ഷകർ നേതാക്കളുമായും MLA-മാരുമായൊക്കെ ചർച്ച നടത്തുമ്പോൾ ഈ ഹൈക്കമാൻഡ് പ്രതി ദീപാദാസ് മുൻഷിയുടെ സാന്നിധ്യം ഉണ്ടാകരുന്ന ആവശ്യം പോലും VD സതീശൻ മുന്നോട്ട് വച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത്. അവരെ പോലും വിശ്വാസമില്ലാത്ത സാഹചര്യമുണ്ട്. തീർത്തും സുതാര്യമായിരിക്കണം ഈ അഭിപ്രായം തേടൽ, നിരീക്ഷകരുടെ ഇവിടുത്തെ പ്രവർത്തനമെന്ന ആവശ്യമാണ് സതീശൻ, രമേശ് ചെന്നിത്തല വിഭാഗങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം KC വേണുഗോപാലിന് കണമൊരുക്കാൻ, KC വേണുഗോപാലിന് അരങ്ങൊരുക്കാൻ ഹൈക്കമാൻഡ് പ്രതിനിധികൾ കൂടി, കാരണം KC വേണുഗോപാൽ അവരുടെയും കൂടി നേതാവാണ്. അതുകൊണ്ട് തന്നെ അത്തരമൊരു ശ്രമം നടത്തുമെന്ന ആശങ്ക VD സതീശനും രമേശ് ചെന്നിത്തലയ്ക്കുമുണ്ട്. അതുകൊണ്ട് അതുപോലെ മുൻകൂട്ടി പറഞ്ഞുകൊണ്ടാണ് ആ വിഭാഗങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഏതായാലും ഇപ്പോഴും ഇവിടുത്തെ കൂടിക്കാഴ്ച തുടരുകയാണ്. 10:30-ക്കാണ് ഇന്ദിരാഭവനിൽ കോൺഗ്രസ് ആസ്ഥാനത്ത് MLA-മാരുടെ യോഗം, കോൺഗ്രസ് നിയമസഭാ കക്ഷി അംഗങ്ങളുടെ യോഗം നിശ്ചയിച്ചിരിക്കുന്നത്. അത് വൈകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഏതായാലും ഇപ്പോഴും നേതാക്കൾ ഉള്ളിൽ തന്നെയുണ്ട്, നിരീക്ഷകർ ഈ ഹോട്ടലിനുള്ളിൽ തന്നെയുണ്ട്. അവർ നേതാക്കളുമായി 1-to-1 ചർച്ച നടത്തുകയാണ്. അഭിലാഷ്. യെസ്, ഇത്തരത്തിൽ നേതാക്കളുടെ കൂടിക്കാഴ്ചകൾ ഒരു ഭാഗത്ത് തുടർന്നുകൊണ്ടിരിക്കുന്നു. അതേസമയം നിയുക്ത MLA-മാരുടെ പ്രതികരണങ്ങൾ ഏറ്റവും നിർണായകമാകുന്നു. അവർ ആരെയാണ് പിന്തുണയ്ക്കുക എന്നതുകൂടി ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറും. അതുകൂടി പരിഗണിച്ചുകൊണ്ട് തന്നെയായിരിക്കും അടുത്ത മുഖ്യമന്ത്രി ആര് എന്ന് സംബന്ധിച്ച ഒരു തീരുമാനത്തിലേക്ക് എത്തുക എന്നതാണ്. ഇപ്പോൾ വീണ്ടും ഡാൻ കുര്യനിലേക്ക് പോകുമ്പോൾ, ഡാനിത MLA-മാർ ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നു. അതേസമയം ഇപ്പോഴത്തെ ഒരു പ്രത്യേക പശ്ചാത്തലം അത് നമുക്കെല്ലാം അറിയാം. 3 പേരുകൾ, അതിൽ 2 പേരുകൾ ഉള്ളത് VD സതീശനും ഒപ്പം രമേശ് ചെന്നിത്തലയുമാണ്. അവർ തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാർ കൂടിയാണ്. പക്ഷേ അവിടേക്ക് KC വേണുഗോപാൽ വരുമ്പോൾ മറ്റൊരു തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കാണേണ്ടതുണ്ട്. അവിടെ വിജയിക്കുകയാണെങ്കിൽ അടുത്ത ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകേണ്ടതുണ്ട്. പക്ഷേ സംഘടനാ തലത്തിൽ കോൺഗ്രസിന്റെ കരുത്ത് കെട്ടിപ്പടുക്കുക, ഘടകകക്ഷികളെ ഒരുമിപ്പിച്ച് നിർത്തുക, മതസാമുദായിക ഇക്വേഷൻസ് നിലനിർത്തുക, ഇതും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന ഈ നിർണായകമായ കൂടിക്കാഴ്ചകൾ അത് എത്രത്തോളം പ്രധാനപ്പെട്ടതായി മാറും? KCയുടെ പേര് ഇപ്പോഴും ആ പരിഗണനാ പട്ടികയിൽ നിന്ന് മാറ്റി നിർത്താവുന്ന ഒരു സാഹചര്യമല്ലല്ലോ ഉള്ളത്. നിലവിൽ പറഞ്ഞു കേട്ട 3 പേരുകളും ആ 3 നേതാക്കൾക്ക് വേണ്ടിയുള്ള അവകാശവാദങ്ങളും മുമ്പ് എങ്ങനെയായിരുന്നു അതിനേക്കാൾ കുറച്ചുകൂടി പാരമ്യത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോൾ. അതല്ലാതെ ആരും യെസ്, ദീപാദാസ് മുൻഷിയുടെ പ്രതികരണം ആയിരുന്നു മാധ്യമങ്ങൾ ആരാഞ്ഞത്. പക്ഷേ ഒരു പ്രതികരണത്തിനും ഇപ്പോഴും നേതാക്കൾ, അതോടൊപ്പം തന്നെ ഹൈക്കമാൻഡ് നോമിനികളൊന്നും തയ്യാറാകുന്നില്ല എന്നതാണ്. ഇപ്പോൾ നമ്മൾ താജിൽ നിന്നുള്ള ദൃശ്യമാണ് കണ്ടത്. അവിടെയായിരുന്നു ദീപാദാസ് മുൻഷിയുടെ പ്രതികരണത്തിന് ശ്രമിച്ചത്. നേരത്തെ PJ കുര്യന്റെ വാക്കുകളാണെങ്കിലും അദ്ദേഹം ശ്രദ്ധയോടെയുള്ള പ്രതികരണങ്ങളാണ് നൽകിയത്. അതേസമയം അദ്ദേഹം MLA-മാരുടെ പിന്തുണ എന്നത് പ്രധാനമാണല്ലോ എന്ന് പറഞ്ഞു വെക്കുകയും ചെയ്തു. അവിടെയാണല്ലോ ഡാനി MLA-മാരിൽ അധികവും ഇപ്പോഴും KCയെയാണ് പിന്തുണയ്ക്കാൻ സാധ്യത എന്ന നിലയിലുള്ള പ്രതികരണങ്ങളാണല്ലോ, അല്ലെങ്കിൽ സൂചനകൾ ആണല്ലോ, നിരീക്ഷണങ്ങളാണല്ലോ കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് പാർട്ടി പ്രവർത്തകർ മുമ്പോട്ട് വെക്കുന്ന പേര്, അവർ പ്രചരിപ്പിക്കുന്ന പേര്, അവർ പിന്തുണ നൽകുന്ന പേര് ഒരു വശത്ത്, MLA-മാരുടെ പിന്തുണ ലഭിക്കുന്ന ഒരു വ്യക്തി മറുവശത്ത്, സീനിയോറിറ്റിയും അതോടൊപ്പം തന്നെ ഹൈക്കമാൻഡിലെ വലിയൊരു വിഭാഗത്തിൻ്റെ സ്വാധീനമുള്ള ഒരു വ്യക്തി അവർക്കൊപ്പം ഒട്ടും പിന്നിലല്ലാതെ ഒപ്പം നിൽക്കുന്നു. VD സതീശന്റെ പ്രതികരണത്തിനും ശ്രമിക്കുന്നു. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾക്ക് തയ്യാറാകുന്നില്ല. പ്രതികരിക്കുന്നില്ല എന്നത് തന്നെയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.